ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അന്ന് പുതിയൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആദ്യമായിട്ട് താണ്ട ഒരു കോമ്പ് എടുക്കുക. ഒരു കോമ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മുടി നമ്മൾ ഈകുക. ഇനി നമ്മൾ മുടി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതാ ലാസ്റ്റ് മിഡിൽ പാർട്ടീഷൻ എടുക്കുന്ന കേട്ടോ. അപ്പോൾ അതെ ഞാൻ മിഡിൽ പാർട്ടീഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളതിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ പിന്നി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെക്ഷൻ എയർ കയറ്റുക. പിന്നെയും പിന്നി കൊടുക്കുക. പിന്നെയും അടുത്ത സെക്ഷൻ എയർ കയറ്റുക. സെയിം ഈ പാറ്റേൺ തന്നെ ഇങ്ങനെ മുടി തീരുന്നത് വരെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരുമാതിരി നമ്മളിങ്ങനെ ചെയ്ത് ലാസ്റ്റ് പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മളത് സെറ്റായി. നമ്മളത് കഴിഞ്ഞിട്ടൊരു സ്ലൈഡോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളത് സെക്യൂർ ചെയ്ത് വെക്കും. ശേഷം സെയിം തന്നെ നമുക്ക് അടുത്ത ഈ ഒരു സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ സെയിം പാറ്റേൺ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ലാസ്റ്റ് അതും ആ ഒരു സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ വല്ല സ്കൂളിലൊക്കെ പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഇതാ രണ്ട് സൈഡ് മുടി പിന്നിയൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കെട്ടിയൊക്കെ പോകാട്ടോ. നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. വെറുതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ഫൈനൽ ഞാൻ ഇതിനിപ്പോൾ അയച്ച് നിങ്ങൾക്ക് ഓപ്പൺ എയർ ഇടണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാട്ടോ. അതിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. നമ്മൾക്കപ്പോൾ ഇങ്ങനെ നമുക്കിതാ നല്ലൊരു ലുക്കാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾ അറിയാം.